മൂന്നാറിൻ്റെ പലവിധ ടെറൈൻസിൽ കൂടെയാണ് നമ്മൾ ഈ വാഹനം ഓടിച്ചത്. അപ്പോൾ നമ്മളൊരു ഓഫ് റോഡിനെ നമ്മൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ചെളി കുണ്ടിലേക്കൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു എഡ്ജ് കൃത്യമായിട്ട് നമുക്ക് പോകുന്നതെല്ലാം അത് കാണിച്ചു തരും. ഓഫ് റോഡ് ഓടിക്കാൻ പറ്റി, ചെളിയിൽ കൂടെ നമുക്ക് ഓടിക്കാൻ പറ്റി, ഇടുങ്ങിയ വഴി കൂടെ ഓടിക്കാൻ പറ്റി. ഈ ഒരു വാഹനം നമുക്ക് ഏത് ടെറൈൻസിൽ കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതാണ്. എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. കഴിഞ്ഞ 48 മണിക്കൂറായിട്ട് ടാറ്റയുടെ ഏറ്റവും പുതിയ കർവ് EV നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ എറണാകുളത്ത് നിന്ന് മൂന്നാറിലേക്കാണ് വന്നത്. മൂന്നാറിൻ്റെ പലവിധ ടെറൈൻസിൽ കൂടെയാണ് നമ്മൾ ഈ വാഹനം ഓടിച്ചത്. അപ്പോൾ നമുക്ക് ഈ പ്രധാനപ്പെട്ട നല്ല വഴിയിൽ കൂടെ നമ്മൾ ഓടിക്കാൻ പറ്റി, ഓഫ് റോഡ് ഓടിക്കാൻ പറ്റി, ചെളിയിൽ കൂടെ നമുക്ക് ഓടിക്കാൻ പറ്റി, ഇടുങ്ങിയ വഴി കൂടെ ഓടിക്കാൻ പറ്റി. അങ്ങനെ എല്ലാ തരത്തിലുള്ള ടെറൈൻസും നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു റിവ്യൂ പറയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ പേജ് ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജ് ഒക്കെ ഫോളോ ചെയ്യാൻ മറക്കരുത്. സോ എഗെയിൻ വെൽക്കം ടു റോപ്പ് മൈ ഷോ. ഇന്ന് നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു SUV ടൈപ്പ് വാഹനം വാങ്ങിക്കാൻ വേണ്ടിയാണ്. കാരണം അതിന് പലവിധ കേപ്പബിലിറ്റീസ് ഉള്ളതുകൊണ്ട്. പക്ഷേ എല്ലാവരും നമ്മൾ സ്ഥിരന്തരമായിട്ട് അത് കണ്ട് നമ്മളിങ്ങനെ പഴകിയിരിക്കുകയാണ്. അപ്പോൾ പുതുതായിട്ടുള്ളൊരു വകഭേദം തന്നെ ടാറ്റ സൃഷ്ടിച്ചിരിക്കുകയാണ്. അതാണ് SUV കൂപ്പെ എന്ന് പറയുന്നത്. SUV കൂപ്പെ എന്ന് പറഞ്ഞാൽ SUVയുടെ ഗുണഗണങ്ങളും അതുപോലെ ഒരു കൂപ്പെ സ്റ്റൈലിംഗ് ആണ് വരുന്നത്. കൂപ്പെ സാധാരണ പ്രീമിയം വാഹനങ്ങളാണ് വരുന്നത്. നിങ്ങൾ ഈ കാണുന്ന ഈ വാഹനത്തിൻ്റെ പിൻഭാഗം തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഏറ്റവും കൗതുകമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത്. കാരണം ചെരിഞ്ഞിറങ്ങുന്ന റൂഫ്, അതിനെയാണ് കൂപ്പെ എന്ന് പറയുന്നത്. ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 4310 മില്ലിമീറ്ററാണ്. അതായത് 4 മീറ്ററിന് മുകളിലൊരു വാഹനമാണ്. ഈ അടുത്തൊരു വീൽ ബേസ് എന്ന് പറയുന്നത് 2560 മില്ലിമീറ്ററാണ്. ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വാഹനത്തിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചറുകളൊന്നായിട്ട് തോന്നിയത്, അല്ലെങ്കിൽ ആ വാഹനത്തിൻ്റെ ഒരു ഡിസൈൻ വൈസ് നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. 190 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അപ്പം ഈ ഒരു വാഹനം നമുക്ക് ഏത് ടെറൈൻസിൽ കൂടെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളതാണ്. ഇന്ത്യയിൽ അടുത്ത കാലത്ത് ഇറങ്ങിയ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാഹനമാണ് SUV കൂപ്പെ ആയിട്ടുള്ള ഈ കർവ് EV എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഫ്രണ്ട് ഫേസ് നിങ്ങൾക്ക് നല്ല പരിചയമുള്ളൊരു ഫ്രണ്ട് ഫേസ് ആയിരിക്കും. കാരണം ഏറ്റവും പുതിയ നെക്സോണിലും അല്ലെങ്കിൽ സഫാരിയിലൊക്കെ ഏകദേശം ഇത്തരത്തിലുള്ളൊരു ഫ്രണ്ട് ഫേസ് ആണ് വരുന്നത്. അതായത് ടാറ്റയുടെ ഒരു DNA അവരുടെ പുതിയ ഡിസൈൻസിലെല്ലാം അവർ കൊണ്ടുവരികയാണ്. മാർട്ടിൻ ഉലരിക് എന്ന് പറയുന്ന ഗ്ലോബൽ ഡിസൈൻ ഹെഡാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. ബേസിക്കായിട്ട് നെക്സോൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പ്രതാപ് ബോസ് ആയിരുന്നു. അതിനുശേഷം ഈ പുതിയ DNAയിലുള്ള മാറ്റങ്ങളെല്ലാം കൊണ്ടുവന്നിരിക്കുന്ന മാർട്ടിൻ ഉലരിക്കാണ്. ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് നമ്മൾ മൂന്നാറിലേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ വഴിയിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ വന്ന് ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേസ് ഒക്കെ നോക്കാറുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര അട്രാക്റ്റീവ് ആയിട്ടൊരു ഫ്രണ്ട് ഫേസ് ആണ് വരുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഇതിൻ്റെ പൊസിഷൻ DR ലാംപ്സ് ആണ്. ഇതെന്ന് പറയുന്നത് സാധാരണ ഒരു DR ലൈറ്റ് കത്തി നിൽക്കുന്നതല്ല. കാരണം ഒരു ആനിമേറ്റഡ് ആയിട്ട് വരുന്ന ഒരു ഡാൻസിങ് ലൈറ്റ്സ് ആണ് വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ വാഹനം അൺലോക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടോ ഈ ഒരു ലൈറ്റ്സ് ഇങ്ങനെ ഓടിപ്പോകുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ മിറേഴ്സ് നമുക്ക് വെൽക്കം ചെയ്ത് ഓപ്പൺ ചെയ്ത് വരുന്നതായിട്ട് കാണാം. ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്ക് അടുത്തൊരു ഫീച്ചറായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ വാഹനം നമ്മൾ ചാർജ് ചെയ്യുന്ന സമയത്ത് ചാർജിങ്ങിന് ഇൻഡിക്കേഷൻസ് നമുക്കിത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുള്ളതാണ്. ഈ ഒരു വശത്തായിട്ട് ടാറ്റയുടെ ആ ഒരു ലോഗോ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ആ ലോഗോ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇലക്ട്രിക് വാഹനം ആയതുകൊണ്ട് തന്നെ ചാർജ് നമുക്ക് കുത്താൻ വേണ്ടിയുള്ള ഒരു ലിഡാണ് അത് വരുന്നത്. നമ്മൾ അകത്തുനിന്ന് നമുക്ക് അതിൻ്റെ ഒരു സ്വിച്ച് എൻഗേജ് ചെയ്താൽ ഈ ലിഡ് ഓപ്പൺ ആയിട്ട് വരും. അതിനുശേഷം നമുക്ക് ഫാസ്റ്റ് ചാർജേഴ്സ് അല്ലെങ്കിൽ ചാർജിങ് പോയിന്റ് നമുക്കിവിടെ പ്ലഗ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു വാഹനത്തിന് ഡിസ്റ്റിങ്റ്റീവ് ആയിട്ടുള്ള ഒരു ഫേസ് നൽകുന്നത് ഈ ഒരു സാറ്റൻ ലൈൻസ് ആണ്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. കാരണം വെച്ചാൽ ആ വാഹനത്തിൻ്റെ ഷേപ്പും ഒക്കെ ആയിട്ട് നോക്കുമ്പോൾ അത് ബ്ലെൻഡഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഹെഡ് ലാംപ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രൊജക്ടറായിട്ട് വരുന്ന ഹെഡ് ലാമ്പ് യൂണിറ്റാണ് നമുക്ക് കാണുന്നത്. തൊട്ട് താഴെയായിട്ട് നമുക്ക് ഫോഗ് ലാംപ്സും കാണാം. ഫ്ലഷായിട്ട് വരുന്ന ഡോർ ഹാൻഡിൽസ് ആണ് വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ബോഡിക്ക് അകത്തേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു ഹാൻഡിൽസ് ഉള്ളത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് എയറിൻ്റെ റെസിസ്റ്റൻസ് ഭയങ്കര കുറവായിരിക്കും. അപ്പം എയറോഡൈനാമിക്കലി ആ ഒരു ഡിസൈൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് അത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ രാത്രി നമുക്ക് ഇതിൻ്റെ പൊസിഷൻ അറിയാൻ വേണ്ടിയുള്ള ഒരു LED ലാമ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. 2 ദിവസമായിട്ട് കനത്ത മഴയാണ്. കുറേ ചെളിക്കണ്ടിൽ കൂടെ കൊണ്ടുപോയി. അതുകൊണ്ട് തന്നെ വാഹനത്തിന് സൈഡിൽ മുഴുവൻ ചെളിയാണ്. നമ്മൾ ഈ വാഹനത്തിൻ്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഫെൻഡേഴ്സിലേക്ക് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ ബോക്സി ടൈപ്പായിട്ട് വരുന്ന വലിയ ഫെൻഡേഴ്സാണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. ഇനി ടയേഴ്സിലേക്ക് വരുവാണെങ്കിൽ അത്യാവശ്യം വലിപ്പമുള്ള ടയേഴ്സാണ്, 18 ഇഞ്ചാണ് വരുന്നത്. അതുപോലെ തന്നെ അലോയ്സിലേക്ക് വരുമ്പോൾ എയറോ ഇൻസേർട്ടുകളാണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ച് EV വാഹനങ്ങളിനകത്ത് എയറിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ എയറോ ഇൻസേർട്ടുകൾ കൊടുക്കുന്നത്.
ഈ വാഹനത്തിന് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണുള്ളത്. ABS, EBD, വെഹിക്കിൾ സ്റ്റെബിലിറ്റി കൺട്രോൾ ഇത്തരമായിട്ടുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഈ വാഹനത്തിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. സസ്പെൻഷനെ കുറിച്ച് പറഞ്ഞാൽ വളരെ മികച്ച യാത്രാസുഖമാണ് വാഹനം നൽകുന്നത്. എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിൽ മക്ഫേഴ്സിൻ്റെ സ്ട്രറ്റുകളാണ്, ബാക്കിൽ ഡ്യുവൽ പാത്ത് സ്ട്രറ്റാണ് വരുന്നത്. SUV കൂപ്പുകളുടെ ഏറ്റവും പിറകു വശത്തെ ഈ ഒരു രൂപമാണ് ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മുകളിലായിട്ട് ഒരു ഷാർഫിൻ ആൻറ്റിനെയും GPS ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് നമുക്ക് സാധിക്കും. തൊട്ട് താഴെയായിട്ട് ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് വരുന്ന സ്പോയിലറും അതുപോലെ തന്നെ ഡീഫോഗറുള്ള ഗ്ലാസ് നമുക്ക് കാണാം. ഈ ഒരു വാഹനത്തിൻ്റെ ടെയിൽ ഗേറ്റിലേക്ക് വരുന്ന സമയത്ത് കർവ് EV എന്നവിടെ വളരെ മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് ഫുള്ള് നല്ല ലെങ്ത്തിലാണ് എഴുതിയിരിക്കുന്നത്. വളരെ ഒരു പ്രീമിയം ഫീൽ തരത്തക്ക രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ രണ്ട് വശത്തേക്ക് വരുന്ന സമയത്ത് നമുക്ക് റിഫ്ലക്റ്റേഴ്സ് നമുക്ക് കാണാം. അതുപോലെ പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻറ്റിൽ വരുന്ന ഒരു ബമ്പർ പോർഷൻ ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. എൻ്റെ താഴേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു സ്കിഡ് പ്ലേറ്റ് കാണാൻ സാധിക്കും. ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. 500 ലിറ്ററാണ് വരുന്നത് ബൂട്ട് സ്പേസ്. നമ്മളൊരു യാത്രയ്ക്കൊക്കെ ഏറ്റവും അനുയോജ്യമാണ്. ഒരു 3-4 പെട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്രയും വലിയൊരു ബൂട്ട് സ്പേസ് നമുക്ക് ആവശ്യമാണ് ഒരു ടൂറൊക്കെ പോകുന്ന സമയത്ത്. അതുകൊണ്ട് നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് നമ്മുടെ എല്ലാ സാധനങ്ങളും നമുക്ക് വയ്ക്കാൻ സാധിക്കും. ടാറ്റ കാറിൽ കൊടുത്തിരിക്കുന്ന പവേർഡ് ആയിട്ടുള്ള ടെയിൽ ഗേറ്റ്സ് ആണ്. അതുകൂടാതെ തന്നെ ഗസ്റ്റർ കൺട്രോളുണ്ട്. അതായത് നമ്മുടെ കയ്യിൽ 2 സൂട്ട് കേസൊക്കെ ഉണ്ട്. ആ സമയത്ത് നമുക്ക് ഈ കൈ നമുക്ക് താഴെ വയ്ക്കാതെ തന്നെ നമുക്കിതിൻ്റെ ഡോസ് ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ളൊരു ഫീച്ചറാണ് ഗസ്റ്റർ കൺട്രോൾ എന്ന് പറയുന്നത്. ഇത്രയും ഭംഗിയുള്ളൊരു കാർ ഡിസൈൻ ചെയ്ത ടാറ്റ എന്താണെങ്കിലും അതിൻ്റെ ഇൻറ്റീരിയറും വളരെ മനോഹരമാക്കിയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കകത്തേക്കൊന്ന് ഒരു സ്നിക് പീക്ക് നോക്കാം. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓർവിയുമാണ് വാഹനത്തിനകത്ത് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ലെതറിൻ്റെ ഒക്കെ ഇൻസേർട്ടുകൾ നമുക്ക് കാണാം. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ കണ്ണിലേക്ക് പെട്ടെന്ന് പതിയുന്നതെന്ന് പറഞ്ഞാൽ JBLൻ്റെ സ്പീക്കേഴ്സാണ്. ഈ വാഹനത്തിൻ്റെ ഓഡിയോ സിസ്റ്റം കൊടുത്തിരിക്കുന്നത് JBL ആണ്. 8-way അഡ്ജസ്റ്റബിൾ ആയിട്ട് വരുന്ന ഡ്രൈവർ സീറ്റാണ് വരുന്നത്. അത് ഇലക്ട്രിക്കലി കൺട്രോൾഡ് ആണ്. നമുക്ക് ഈ ഒരു സ്വിച്ചസ് ഉപയോഗിച്ച് വാഹനത്തിൻ്റെ സീറ്റ് നമുക്ക് താക്കുകയോ പൊക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാവുന്ന ഒരു ഫംഗ്ഷൻസും വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. മുമ്പിലത്തെ 2 സീറ്റുകളും പെർഫറേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അതുകൂടാതെ തന്നെ ഇതിനകത്ത് നമുക്ക് സീറ്റ് വെന്റിലേഷൻസ് ഉണ്ട്. 3 ലെവലിൽ നമുക്ക് ഇതിൻ്റെ ഒരു കൂളിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ചൂടാണെങ്കിലും എഫക്റ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്കിനി ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ടുള്ളൊരു ഫീൽ എന്ന് പറയുന്നത് ഒന്ന് ഈ സീറ്റ്സിൻ്റെ കംഫർട്ടബിലിറ്റിയാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളാണ്. പ്രത്യേകിച്ച് ബോൾസ്റ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു SUV ടൈപ്പ് വാഹനമായതുകൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു കമാൻഡിങ് പൊസിഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു വാഹനത്തിൻ്റെ ഡ്രൈവിൻ്റെ വിശേഷങ്ങൾക്കൊപ്പം തന്നെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിലെ മറ്റുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നമ്മളൊരു ഓഫ് റോഡിനെ നമ്മൾ അപ്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ ചെളി കുണ്ടിലേക്കൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സ്മൂത്തായിട്ട് തന്നെ വാഹനം പോകുന്നുണ്ട്. സസ്പെൻഷൻ ആണെങ്കിലും വലിയ കുഴപ്പമില്ല. വലിയൊരു കുലുക്കോ അങ്ങനെയൊന്നും നമുക്ക് അറിയാനായിട്ടില്ല. അപ്പോൾ നമ്മളൊരു ഇടതൂർന്ന ഈ പറയുന്ന കാടിനിടയ്ക്കൂടെയാണ് പോകുന്നത്. അപ്പം നമുക്ക് സൈഡുകൾ കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ 360 ഡിഗ്രി ക്യാമറ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് സൈഡുകൾ കാണാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ നമ്മൾ വളരെ നാരോ ആയിട്ടുള്ളൊരു റോഡിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പുറത്തെ വശത്ത് വലിയൊരു തോടാണ്. അപ്പോൾ അങ്ങോട്ട് വണ്ടി മറിഞ്ഞു പോകുന്നുള്ളൊരു ടെൻഷൻ നമുക്കുണ്ടായിരിക്കും. അപ്പോൾ കറക്റ്റായിട്ട് പോകാൻ പറ്റുമെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ 360 ഡിഗ്രി ക്യാമറ നമ്മൾ ഓണാക്കിയാലായിട്ട് മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ ഒക്കെ നമുക്ക് കാണാനായിട്ട് നമ്മൾക്ക് സാധിക്കുന്നതാണ്. ഇതുണ്ടോ, ഈ ഒരു എഡ്ജ് കൃത്യമായിട്ട് നമുക്ക് പോകുന്നതെല്ലാം അത് കാണിച്ചു തരും. ഈ വശത്തോടെ പോകുന്നതെന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതുപോലുള്ളൊരു 360 ഡിഗ്രി ക്യാമറ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടോ, ഭയങ്കര ഷാർപ്പറായിട്ടുള്ള എഡ്ജസ് ആണ്. കാരണം ഇവിടെ വേലിയൊന്നുമില്ല. താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ അപകടം സംഭവിക്കും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ 360 ഡിഗ്രി ക്യാമറ നമുക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. വണ്ടിയുടെ എല്ലാ വശത്തുള്ള വിഷ്വൽസ് നമുക്ക് കിട്ടും. ഒരു ചെളി നിറഞ്ഞ ഒരു റഫറായിട്ടുള്ളൊരു ടെറനിൽ കൂടെയാണ് പോകുന്നത്. നമുക്കിത് വണ്ടി എങ്ങനെയാണ് ഇത് പെർഫോം ചെയ്തെന്ന് നോക്കാം. സസ്പെൻഷനൊക്കെ നല്ല സസ്പെൻഷൻ കേട്ടോ. നമുക്ക് കാര്യമായിട്ടൊന്നും അറിയുന്നില്ല. വണ്ടി ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ലാന്തുന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഡിസ്കംഫർട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. ഇവിടെയും നമുക്ക് ആ 360 ഡിഗ്രി ഉള്ളത് കൊണ്ട് തന്നെ സൈഡിൽ ആ വലിയ കുഴികൾ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. ഇനി ഇവിടെ കുറച്ച് കല്ലും ഈ പറയുന്ന പോലെ ചെളിയും കൂടെ അടിഞ്ഞൊരു പ്രദേശമാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്യാമറയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അത് നമുക്ക് പോകാം. അടിയൊന്നും തട്ടിയിട്ടില്ല, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അതാ വലിയൊരു കൽക്കൂട്ടത്തിലോട്ടാണ് നമ്മൾ കയറാനായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിനി മെയിൻ റോഡിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഈ സൺറൂഫ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. കാരണം മുകളിലത്തെ വ്യൂ ആണെങ്കിലും ബെസ്റ്റായിട്ടുള്ളൊരു വ്യൂ ആണ്. നിറയെ അക്കേഷ്യ മരങ്ങളാണ്. അക്കേഷ്യ അല്ലല്ലോ, ഇത് യുക്കാലിപ്സ് മരങ്ങളാണ്. കാരണം മൂന്നാർ വന്നു വെച്ചാൽ നമുക്ക് ഒരുപാട് യുക്കാലിപ്സ് മരങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അങ്ങനെ വാഹനം ഓഫ് റോഡിൽ നിന്ന് ഓൺ റോഡിലേക്ക് പോകാനായിട്ട് പോവുകയാണ്. കർവ് EVയുടെ സ്റ്റിയറിംഗ് വീലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലെതർ റാപ്ഡ് ആയിട്ട് വരുന്ന ഒരു സ്റ്റിയറിംഗ് വീലാണ്. അതുപോലെ നമുക്ക് ഇലിമിനേറ്റഡ് ആയിട്ടുള്ള ടാറ്റയുടെ ലോഗോ നമുക്ക് കാണാം. അതുപോലെ തന്നെ നമുക്കിവിടെ അഡാസിൻ്റെ ഫീച്ചേഴ്സും കൺട്രോൾസാണ്. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് അഡാസിൻ്റെ ഫീച്ചേഴ്സ് പറയാനിരിക്കുകയാണ്. അപ്പം അതുപോലെ തന്നെ സ്റ്റിയറിംഗ് മൗണ്ടഡ് ആയിട്ടുള്ള എല്ലാ കൺട്രോൾസും നമുക്ക് ഇവിടെ ഉണ്ട്.
അതുപോലെ വാഹനത്തിനകത്ത് എന്താണ് ഇവിടെ എയർ ബാഗ് ഉണ്ട്. അപ്പോൾ ഈ വാഹനത്തിനകത്ത് നമുക്ക് 6 എയർ ബാഗ്സ് ഓൾറെഡി വാഹനത്തിനകത്ത് സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിന് പുറമെ നമ്മൾ ഒരു ഡാഷിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു സ്ക്രീൻ നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഹർമാനാണ് അത് പവർ ചെയ്തിരിക്കുന്നത്. 12.3 ഇഞ്ച് വരുന്ന വലിയൊരു സ്ക്രീനാണ്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തൊക്കെ ഫീച്ചേഴ്സ് ഞാൻ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാ കാരണത്തും ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് ഇപ്പം എല്ലാ വാഹനങ്ങൾക്കകത്തുണ്ട്. അപ്പോൾ എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വയർലെസ്ലി നമുക്ക് ഇതിനകത്ത് നമുക്ക് ഫോൺ കണക്ട് ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് ഓട്ടോ ആണെങ്കിലും ആപ്പിൾ കാർപ്ലേ ആണെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റും. കണക്ടിവിറ്റി ഫീച്ചേഴ്സ് ഉണ്ട്. അത് നമുക്ക് ഗൂഗിൾ ആണെങ്കിലും ടാറ്റ ആണെങ്കിലും ആമസോൺ ആണെങ്കിലും സിരി ആണെങ്കിലും ഇതെല്ലാം നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കൂടാതെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിനകത്ത് എയർ ക്വാളിറ്റി ഇൻഡെക്സ്, ഇപ്പോൾ വാഹനത്തിനകത്ത് ഒരു എയർ പ്യൂരിഫയർ ഇൻബിൽറ്റ് ആയിട്ട് നമ്മുടെ AC-ക്കകത്ത് വരുന്നുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വാഹനത്തിനകത്തുള്ള എയറിൻ്റെ ക്വാളിറ്റി അത് ചെക്ക് ചെയ്യുകയും ആ ഒരു ക്വാളിറ്റി എൻഷുർ ചെയ്യുകയും ചെയ്യും. ഇതുകൂടാതെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഗെയിം കളിക്കാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് ഒരുതുണ്ട്. അതായത് നമ്മളൊരു പാർക്കിങ്ങിൽ നിൽക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഒരു ഗെയിം നമുക്ക് കളിക്കാനൊക്കെ നമുക്ക് പറ്റും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അതൊരു എൻ്റർടൈൻമെൻറ്റ് ആയിരിക്കും. ഓക്കെ, ഇത് കണ്ടോ, നല്ല കളർഫുൾ ആയിട്ടുള്ള മൾട്ടി കളറായിട്ട് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു വശത്തേക്ക് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. ഇനി അടുത്തായിട്ട് വാഹനത്തിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അത് 10.25 ഇഞ്ചസിൻ്റെ വരുന്ന ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. മൾട്ടി കളറാണ് വരുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ഡ്രൈവിംഗ് റേഞ്ച്, ബാറ്ററിയുടെ പെർസെൻറ്റേജുകൾ, അതുപോലെ തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ സ്പീഡ്, അതുപോലെ അഡാസിന് എന്തെങ്കിലും സെറ്റിങ്സ് ഉണ്ടെങ്കിൽ അത് കാണാൻ പറ്റും. TPMS അറിയാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും ലോഡഡ് ആയിട്ടുള്ളൊരു വാഹനമാണ് നമ്മുടെ ഈ ടാറ്റയുടെ Curvv EV എന്ന് പറയുന്നത്. ഈ ഒരു പില്ലേഴ്സിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെയാണ് ട്യൂട്ടേഴ്സ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയെല്ലാം നമുക്ക് എയർ ബാഗ്സ് കാണാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ അതിൻ്റെ ഒരു ഡാഷ്ബോർഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്സ് ആണ് വാഹനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ലെതററ്റിൻ്റെ ഫിനിഷ് നമുക്ക് കാണാം. ഇവിടെ ഒരു കാർബൺ ഫൈബറിൻ്റെ ഫിനിഷാണ് വരുന്നത്. അപ്പോൾ AC-യുടെ വെൻറ്റുകളാണെങ്കിലും മനോഹരമായിട്ടുള്ള AC-യുടെ വെൻറ്റുകളാണ്. ഇനി ഈ ഒരു കൺസോളിലേക്ക് വരുന്ന സമയത്ത് ഫിജിറ്റലായിട്ട് വരുന്ന സ്വിച്ചുകളാണ് ആണ് വരുന്നത്. അതായത് ഫിസിക്കൽ പ്ലസ് ഡിജിറ്റലാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ടച്ചിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ സ്വിച്ചസ് ആണ്. അപ്പോൾ പ്രത്യേകിച്ച് ഫ്രണ്ടിലെ ആ ഒരു ലിഡ്, അതായത് ചാർജിങ് ലിഡ് നമുക്ക് ഓപ്പൺ ആക്കാനുള്ള ഒരു ഇതാണ്. അതുപോലെ ഹിൽ ഡിസൈൻ കൺട്രോളാണ്. നമുക്ക് വാഹനം ഇറക്കം പോകുന്ന സമയത്ത് തന്നെ വാഹനം കൺട്രോൾ ചെയ്ത് ഇറങ്ങി പൊക്കോളും. അതുപോലെ നമുക്ക് ബാക്കിലെ ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യാം, വാഹനം അൺലോക്ക് ചെയ്യാം, 360 ഡിഗ്രി കാണാം. അതുപോലെ തന്നെ ഇതെല്ലാം AC-യുടെ കൺട്രോളാണ്. അപ്പോൾ അതൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളി ഒരു പിയാനോ ബ്ലാക്ക് എലമെൻറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. തൊട്ട് താഴോട്ട് വരുമ്പോൾ ഒരു യൂട്ടിലിറ്റി ഏരിയയാണ്. യൂട്ടിലിറ്റി ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് ചാർജേഴ്സ് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. 12 വാട്ടിൻ്റെ ഒരു ചാർജർ നമ്മൾ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കൂടാതെ C പോർട്ടും അതുപോലെ USB ഇൻപുട്ടും ഉണ്ട്. അപ്പോൾ അതും ഫാസ്റ്റ് ചാർജറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭാഗങ്ങളെന്ന് പറയുന്നത് ഈ ഒരു സ്വിച്ചാണ്. ഈ പറയുന്ന ഒരു ഷിഫ്റ്ററാണ്. അതായത് നമ്മളിതൊരു ഓട്ടോമാറ്റിക് വാഹനം എന്ന് പറയും, റിവേഴ്സ് ന്യൂട്രൽ ഡ്രൈവ്. അപ്പോൾ ഈ ഒരു ഭംഗിയുള്ള ഒരു ഷിഫ്റ്ററാണ് വാഹനത്തിന് ടാറ്റ നൽകിയിരിക്കുന്നത്. തൊട്ട് താഴോട്ട് വരുമ്പോൾ ഒരു റോട്ടർ ഡ്രൈവ് കാണാം, സിറ്റി, എക്കോ, സ്പോർട്ട്, ഇങ്ങനെ 3 മോഡുകളാണ്. ഈ 3 മോഡുകളിലിട്ട് നമുക്ക് വാഹനം നമുക്ക് ഓടിക്കാൻ നമുക്ക് സാധിക്കും. ഇവിടെ നമുക്ക് ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് ഉണ്ട്. അതുപോലെ നമുക്ക് ഓട്ടോ ഹിൽ ഹോൾഡും ഇതിനകത്ത് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു വശത്തേക്ക് വരുവാണെങ്കിൽ ഒരു വയർലെസ്ലി ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു പാഡാണുള്ളത്. ഇപ്പോൾ ഞാനൊരു കണ്ണാടി ഇവിടെ വെച്ചിരിക്കുകയാണ്. നമുക്ക് ഐഫോൺ പോലെയോ അല്ലെങ്കിൽ വയർലെസ്ലി ചാർജ് ചെയ്യാൻ എനേബിൾ ആയിട്ടുള്ള ഫോണിലോട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാർജ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇവിടെ ഒരു ഡ്രൈവർ ആംബ്രസ്റ്റും ഒരു സ്റ്റോറേജ് സ്പേസുമാണ് വരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് ഡീപ്പറായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസാണ്. നമുക്ക് കുറേ സാധനങ്ങളൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇവിടുന്ന് പറയാനുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു റൂഫ് ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഓട്ടോ ഡിമ്മിംഗ് ഉള്ള IRVM ആണ് വാഹനത്തിനകത്ത് കൊടുത്തിരിക്കുന്നത്. അത് 2 സൺവൈസേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് വാനിറ്റി മിറേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ ഒരു റീഡിംഗ് ലാംപ്സ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ലൈറ്റാണ്. LED ലാംപ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമുക്ക് സൺറൂഫിൻ്റെ കൺട്രോൾസ് ഉണ്ട്. ഇത് വോയിസ് കമാൻഡിലും വർക്ക് ചെയ്യും. SOSൻ്റെയും അതുപോലെ നമുക്ക് ഹെൽപ്പിന് വേണ്ടിയുള്ള 1 ടച്ച് സ്വിച്ചസ് ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു ഡ്രൈവർ കോക്ക്പിറ്റിൽ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഈ പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു നൈറ്റ് ആംബിയൻസ് ലൈറ്റിംഗ് ഒക്കെ ഭയങ്കര രസമാണ്. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ആംബിയൻ മൂഡ് ലൈറ്റ്സ് നമുക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത് അത് കൺട്രോൾ ചെയ്യാനുള്ള മൂഡ് ലൈറ്റ്സ് ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്. അതുണ്ട്, തീംസൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. പകലായതുകൊണ്ട് എത്രമാത്രം നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഇതിൻ്റെ കളേഴ്സ് ചേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ മ്യൂസിക്കിനനുസരിച്ച് ഇതിൻ്റെ നമുക്കൊരു ഡാൻസിങ് ആയിട്ട് നമുക്ക് എടുക്കാനൊക്കെ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ടിൽ നിന്നുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ ഒരു വാഹനം നമുക്ക് ഡ്രൈവ് ചെയ്യുകയും അതുപോലെ തന്നെ പുറകിലത്തെ സീറ്റിൻ്റെ കംഫർട്ട് ലാസ്റ്റ് ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്യാം. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന Curvv EV ഓഫർ ചെയ്യുന്ന റേഞ്ചിനെ കുറിച്ചും അതുപോലെ അതിൻ്റെ ബാറ്ററി പാക്കിനെ കുറിച്ചും മോട്ടറിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് Curvv ഓൾറെഡി നമുക്ക് നെക്സോണൊക്കെ നമുക്കറിയാം. ഇവിടെ ഓൾറെഡി ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടുള്ള വാഹനങ്ങളാണ്. അപ്പം ഏകദേശം ഒരു നെക്സോണിൻ്റെ ഒരു ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ഈ വാഹനത്തിനകത്ത് ടോട്ടലി കൊടുത്തിരിക്കുന്നത്. ഇതിനൊറ്റ ചാർജിൽ നമുക്ക് കിട്ടുന്നത് ഇത് 55 കിലോവാട്ടിൻ്റെ ബാറ്ററിയാണ്. ലിഥിയം അയണാണ്. IP67 റേറ്റഡ് ആണ്. ആക്ച്വൽ ഓൺ റോഡ് മൈലേജ് എന്ന് പറയുന്നത് 400 to 420 ആണ്. നമ്മളിപ്പോൾ ഹിൽ സ്റ്റേഷൻ ആയതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 350 തൊട്ട് 360 കിലോമീറ്റർ വരെയാണ്. അപ്പം മോശമല്ലാത്ത ഒരു റേഞ്ച് വാഹനം ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് എനേബിൾ ആയിട്ട് ഫാസ്റ്റ് ചാർജ് ചെയ്യാം. വെറും നമുക്കൊരു 50 മിനിറ്റ് കൊണ്ട് തന്നെ വാഹനത്തിൻ്റെ 80% നമുക്ക് ചാർജ് ചെയ്യാണ്ട് നമുക്ക് സാധിക്കും.
പിന്നെ പെർമനൻറ്റ് മാഗ്നസ് സിംഗ്നസ് മോട്ടറാണ് വരുന്നത്. അത്യാവശ്യം വളരെ ടോർക്കി ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള മോട്ടറാണ്. 167 PS ആണ്. അതുപോലെ തന്നെ നമുക്ക് 215 Nm ടോർക്കും നമുക്ക് കിട്ടും. ഏകദേശം 9 സെക്കൻഡിനുള്ളിൽ തന്നെ 100 കിലോമീറ്റേഴ്സ് ഹിറ്റ് ആകാനും ഈ വാഹനത്തിന് സാധിക്കുന്നതായിരിക്കും. നമ്മളിതിൻ്റെ സെക്കൻഡ് റോ സീറ്റ്സിലാണ് ഇരിക്കുന്നത്. 3 പേർക്ക് സുഖകരമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. നമുക്ക് ഇവിടെ ഒരു ആംറസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കൈവിടെ വെച്ചിരിക്കാം. 2 ബോട്ടിൽ ഹോൾഡേഴ്സ് ഉണ്ട്. നമുക്ക് അത്യാവശ്യം ഹെഡ് റൂം ഉണ്ട്. നീ റൂം ഡീസൻ്റ് ആയിട്ടുള്ള ഒരു നീ റൂം ഉണ്ട്. പിന്നെ ഈ ഒരു സൺ റൂഫും ഈ സൈഡിലെ വിൻഡോസിലൊക്കെ ഭയങ്കര വിസിബിലിറ്റിയാണ്. അപ്പോൾ നമുക്കൊരു ക്രാമിംഗ് ഫീലൊന്നും നമുക്കും ഇല്ല. അപ്പം സുഖകരമായിട്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ AC വെൻറ്റുകളാണെങ്കിലും പുറകിൽ കൊടുത്തിട്ടുണ്ട്. ഫോൺ നമുക്ക് ചാർജ് ചെയ്യാം. ഇതൊക്കെ കോമൺലി ഇന്ന് ഒരു ബേസിക് നീഡായിട്ട് എല്ലാ വാഹനങ്ങളിലും ഉള്ളതുകൊണ്ട് കുറേ ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്നില്ല. അങ്ങനെ നമ്മൾ മൂന്നാറിൽ കൂടെ വാഹനം ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം കുറേ ഫീച്ചേഴ്സൊക്കെ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞു തന്നു. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചേഴ്സിലൊന്നെന്ന് പറഞ്ഞാൽ ഈ വാഹനത്തിനകത്ത് ADAS ഉണ്ടെന്നുള്ളതാണ്. ADASൻ്റെ ലെവൽ 2 ആണ് ഈ വാഹനത്തിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരു ADAS ലെവലിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നതൊക്കെ അറിയാം. മെയിനായിട്ട് നമുക്ക് വാഹനം അപകടം പറ്റാതിരിക്കാൻ വേണ്ടി ഡ്രൈവറിനെ സഹായിക്കുന്ന സിസ്റ്റംസിനെയാണ് ADAS സിസ്റ്റംസ് എന്ന് പറയുന്നത്. അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റ് സിസ്റ്റംസ് എന്നാണ് പറയുന്നത്. അപ്പം മെയിനായിട്ട് ഈ വാഹനം നമുക്ക് ഈ ലൈനിൽ നിന്ന് പുറത്തേക്കൊക്കെ പോയാൽ തിരിച്ച് വാഹനം അകത്തേക്ക് കയറി വരിക, അല്ലെങ്കിൽ ഡ്രൈവർ ഉറക്കം തോന്നുവാണെങ്കിൽ അലേർട്ട് വരിക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അതൊക്കെ നമുക്ക് ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അതായത് മുമ്പിലത്തെ വാഹനത്തിൻ്റെ വേഗത അനുസരിച്ച് നമ്മുടെ വാഹനത്തിൻ്റെ വേഗത ക്രമീകരിക്കുക. ആ വാഹനം വേഗത്തിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് ക്രൂസ് കൺട്രോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിന് വേഗത കൂടുതലാണെന്നുണ്ടെങ്കിൽ ആ ഒരു വാഹനത്തിന് അനുസരിച്ച് പോകും. അതിൻ്റെ സ്പീഡ് കുറയുകയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഈ വാഹനത്തിൻ്റെ വേഗത കുറയുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും പെട്ടെന്നൊരു അൺഅവോയ്ഡബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വരികയാണ്, പെട്ടെന്ന് നമ്മുടെ റോഡിലേക്ക് ഒരാൾ കയറി വരികയോ അല്ലെങ്കിൽ ഒരു വാഹനം കയറി വരികയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ADAS സിസ്റ്റം എന്ന് പറയുന്നത് എമർജൻസി ബ്രേക്കിംഗ് ഒക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം വാഹനം നമുക്ക് ആക്സിഡൻറ്റ് കൂടാതെ തന്നെ നമ്മളെ കാത്തു പരിപാലിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫീച്ചേഴ്സൊക്കെ ഈ വാഹനത്തിനകത്ത് ടോട്ടലി ലോഡഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. ടാറ്റയുടെ സേഫ്റ്റിയെക്കുറിച്ച് പിന്നെ നമ്മൾ പ്രത്യേകിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. ടാറ്റ ഇറക്കുന്ന വാഹനങ്ങളെല്ലാം 5 സ്റ്റാർ നിലവാരമുള്ള അല്ലെങ്കിൽ 5 സ്റ്റാർ സേഫ്റ്റിയുള്ള വാഹനങ്ങളാണ്. പറയുന്ന പോലെ ഒരു അപകടങ്ങളും ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടായാൽ തന്നെ നമുക്ക് ജീവനത്തിന് സുരക്ഷിതത്വം കൊടുക്കുന്ന ഒരു കമ്പനിയാണെന്നുള്ളൊരു കാര്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം മെയിനായിട്ട് ഇതിനകത്ത് 6 എയർ ബാഗാണ്, 4 വീലുകളും ഡിസ്ക് ബ്രേക്കുകളാണ് കൊടുത്തിരിക്കുന്നത്. VSM, ESC, ABS ഇതെല്ലാ സംവിധാനങ്ങളും കൊടുത്തിട്ടുണ്ട്. ISO ഫിക്സ്ഡ് ടൈൽ സീറ്റ്, ഇങ്ങനെയൊക്കെയാണ് ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് എടുക്കേണ്ട ഒരു വണ്ടിയാണ്. അപ്പം നോക്കി ഈ ഒരു EVയെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഫൈനലായിട്ടൊരു വേർഡിക്റ്റ് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ ഒരു ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും ഉള്ളതുകൊണ്ട് തന്നെ നമുക്കതൊരു വലിയൊരു പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇങ്ങോട്ട് വന്നപ്പോഴാണെങ്കിലും നമുക്ക് ഇടയ്ക്ക് ഒന്ന് ചാർജ് ചെയ്യേണ്ടി വന്നത്. കാരണം ഈ വണ്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് 200 കിലോമീറ്റർ മാത്രമേ ഇതിനകത്ത് ചാർജിങ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വരുന്ന വഴിക്ക് നമ്മളൊന്ന് ചാർജ് ചെയ്തിരുന്നു. അപ്പം അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ദിവസം ഇതുപോലെ മൂന്നാർ വന്നതിന് ശേഷം ഒന്ന് ചാർജ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആ റിമൈനിങ് ചാർജിൽ നമ്മൾ തിരിച്ച് പോവുകയാണ്. അപ്പം ഈ ഒരു വാഹനം നിങ്ങൾ എന്തായാലും ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. പ്രത്യേകിച്ച് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു റോഡ് പ്രസൻസ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒന്നാണെന്നൊക്കെ ഈ ഒരു ഡ്രൈവിനിടയ്ക്ക് മനസ്സിലായി. കാരണം നമ്മൾ പല സ്ഥലങ്ങളിലും വാഹനം നിർത്തുന്ന സമയത്ത് ഒരുപാട് പേര് വന്ന വാഹനത്തെക്കുറിച്ച് ചോദിക്കുകയും കാണുകയും തൊട്ട് നോക്കുകയും ഫീൽ ചെയ്യുകയൊക്കെ ചെയ്ത ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. അപ്പം ആൾക്കാർക്ക് അത് പ്രത്യേകമായിട്ട് അതിൻ്റെ മനസ്സിൽ കയറുന്നുണ്ടല്ലോ, ആ ഒരു ഡിസൈൻ മനസ്സിൽ കയറുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവർ ഇങ്ങനെ വരുന്നത്. അപ്പം നല്ല റോഡ് പ്രസൻസ് ഉള്ളൊരു വാഹനം, അത് നല്ല സുരക്ഷമായിട്ടൊരു വാഹനം, നല്ലൊരു EV, ഇതൊക്കെ നിങ്ങൾക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടാറ്റയുടെ കർവ് EV തന്നെ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നിയറസ്റ്റ് ആയിട്ടുള്ള ഷോറൂംസിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടെസ്റ്റ് ഡ്രൈവ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഇതൊക്കെയാണ് എനിക്ക് ഈ വാഹനത്തെക്കുറിച്ച് പറയാനുള്ളത്. നമുക്ക് എടുക്കാൻ പറ്റുന്നൊരു വാഹനമാണ്. അപ്പോൾ ഈ ഒരു വാഹനം എടുക്കണോ വേണ്ടിയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. കാരണം നമ്മൾ ഏത് വാഹനമാണെങ്കിലും ഓടിച്ച് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റേതായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുന്നത്. നമ്മൾ പിന്നെ ഇത്രയും 2 ദിവസം നമ്മൾ ഓടിച്ചത് കൊണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് ഒരു EV ഓടിക്കുമ്പോഴുണ്ടാകുന്നൊരു സുഖം ഒന്ന് ഡിഫറെൻറ്റ് തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് ഈ പറയുന്ന പോലെ വേറെ സൗണ്ടുകളും കാര്യങ്ങളൊന്നുമില്ല. വാഹനം 20 കിലോമീറ്ററിന് താഴെയാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അലേർട്ട് കൊടുക്കാനായിട്ട് ഇതിനൊരു സ്പീക്കറുണ്ട്. ആ സ്പീക്കറിനകത്തോടെ ഒരു വണ്ടി ഓടിപ്പോകുന്ന പോലെ ഒരു ചെറിയൊരു മ്യൂസിക്കിൻ്റെ സൗണ്ട് ഉണ്ട്. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഈ മൈക്കിൽ കൂടെ ഒന്നും ക്യാപ്ചർ ആകാത്തതുകൊണ്ട് നിങ്ങളെ കേൾപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്നാലും വണ്ടി ഓടുന്നുണ്ടെന്ന് മാത്രമേ അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുക. കാരണം ഇത്രയും നല്ല റോഡ് പ്രസൻസ് ഉള്ളൊരു വണ്ടി വാങ്ങിക്കാം, സേഫറായിട്ടുള്ളൊരു വണ്ടി വാങ്ങിക്കാം. EVയിലേക്ക് എല്ലാവരും മാറിക്കൊണ്ടിരിക്കുക. അപ്പം നല്ലൊരു EV വാങ്ങിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു റേഞ്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ മനസ്സിൽ വയ്ക്കുക. ഒരു 350 to 360 കിലോമീറ്റേഴ്സ് വരെ ആയിരിക്കും നമുക്കും ട്രൂ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അത് തന്നെയായിരിക്കും നിങ്ങൾക്കും കിട്ടാൻ പോകുന്നത്. കാരണം നമ്മൾ പല രീതിയിൽ നമ്മൾ ഓടിച്ച് നോക്കിയിട്ടുണ്ട്. ഞാൻ നോക്കിയിട്ട് ഈ വാഹനത്തിന് ഒരു കുഴപ്പമില്ല, ഓടിക്കാനാണെങ്കിലും രസമാണ്. ഈ പറയുന്ന വാഹനത്തിൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു സ്റ്റെബിലിറ്റി ആണെങ്കിലും കൊള്ളാം. നമ്മൾ വളരെ വേഗത്തിലുമൊക്കെ ടേൺസൊക്കെ എടുത്ത് നോക്കി വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു വാഹനമാണ്. അപ്പോൾ നമ്മൾ എത്രയൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾ ഓടിച്ചാൽ മാത്രമേ നിങ്ങൾക്കും ആ ഒരു ഫീൽ കിട്ടുള്ളൂ. അപ്പോൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ടാറ്റയുടെ ഷോറൂംസിലേക്ക് നിങ്ങൾ പോവുക. അപ്പോൾ വാഹനം ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വാഹനത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ ഡിസൈനിനെക്കുറിച്ച് അല്ലെങ്കിൽ വാഹനത്തിൻ്റെ മറ്റ് ഫീച്ചറുകളെക്കുറിച്ച് ഒക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് വേണ്ടി എഴുതാം. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഫ്രം റോബ് മൈ ഷോ.